इंदिरा इंदिरा शांत हो তোমাদের ভয়ের কিছু নেই ও এক্ষুনি ঠিক হয়ে যাবে বাস ইন্দিরা বাস इंदिरा शांत हो എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരോട് സമാധാനം പറയും അറ്റ്ലീസ്റ്റ് നിനക്ക് ആരെങ്കിലും ഫോൺ ചെയ്യാമായിരുന്നില്ലേ അല്ലേ തന്നെ എന്തിനാ അസുഖം നിനക്ക് മരിച്ചുപോയ ദുഷ്ടന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഇത്ര സംസാരിക്കാൻ ദേ ഒരുത്തൻ അന്തം വിട്ടുള്ള വിളിയാ ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് നിനക്കറിയാമോ ഹലോ ആ എത്തി ഇവിടെ തലയും കുനിച്ചിരിപ്പുണ്ട് ഇവിടെ ഒരുത്തി പനിച്ചുറച്ച് കിടപ്പുണ്ട് പ്രായത്തെ കണ്ട് പേടിച്ചായിരിക്കും അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ അയാൾക്ക് അത് അറിയായിരുന്നു അപ്പൊ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ നോർമൽ ലെൻസിൽ ഇത്തരം ഇമേജുകളൊന്നും എക്സ്പോസ് ആവില്ല അത്രേ ആ നെറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യണം ഇതാ ഞാൻ കൊടുക്കാം കൃഷ്ണ ഇന്ന ദൈവം സാറ് ഒരു സാറ് ദൈവം ഒരു ചേട്ടനാത്മാവ് എന്തായാലും നല്ല പണിയാ കാണിച്ച് പേടിപ്പിച്ചു കളഞ്ഞല്ലോ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ അയാളുടെ അടുത്ത് പോണ്ടാന്ന് അത് ഞാൻ വെറുതെ പറഞ്ഞപ്പോ ഷൈനിയാ പറഞ്ഞത് അവരുടെ കോളേജിലെ പിള്ളേരൊക്കെ ഇങ്ങനെ മരിച്ചവരുമായി സംസാരിക്കാറുണ്ടെന്ന് ദുർമരണമല്ലേ പുകളിൽ ഒരു ബലിയിടണമെന്ന് ഏതായാലും ഒരു പാരസെറ്റമോളും കഴിച്ചിട്ട് കിടന്നോളണം രാത്രി ഇനി അത് തോർത്ത് പനിക്കണ്ട കേട്ടോ കേട്ടു എല്ലാവരും എന്നെ കാണാതെ പേടിച്ചു എന്നറിഞ്ഞപ്പോ എന്തോ ഒരു സന്തോഷം ഇപ്പോഴാ ജീവിക്കുന്നു എന്നൊരു തോന്നൽ കരുതാനും സ്നേഹിക്കാനും ആളുണ്ടെന്നറിയുമ്പോ തനിച്ചല്ലെന്നറിയുമ്പോ ഉണ്ടാകുന്ന ഒരു എന്താ ചിരിച്ചത് അതിന് മറുപടി ഇല്ലേ ഞാനൊരു വളരെ ഓപ്പണായൊരു മറുപടി എനിക്ക് വേണ്ടത് കൃഷ്ണയുടെ മനസ്സില് ഇപ്പോഴും ഹരിയാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് കൃഷ്ണ എന്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ല പറഞ്ഞത് താലി കെട്ടിയ പെണ്ണിനെ ഇത്ര മോശമായി കണ്ട ഒരാളെ ഏത് സ്ത്രീക്കാ സ്നേഹിക്കാൻ കഴിയ പിന്നെ ഞാൻ അയാളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത് എത്ര ശത്രുവാണെങ്കിലും ഒരാഴ്ചയോളം ഒരുമിച്ച് കഴിഞ്ഞതല്ലേ എങ്ങനെയാ മരിച്ചതെന്നറിയാൻ ആരാണെങ്കിലും ശ്രമിക്കില്ലേ ഓക്കെ ഇപ്പൊ എല്ലാം ക്ലിയറായി മുകളിൽ നിൽക്കുന്ന ആകാശം പോലെ എനിക്കും കാണാം ആകാശത്തെ 3 നക്ഷത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടോ അവിടെ 3 അല്ല ഒരു 300 കോടി നക്ഷത്രങ്ങളെ എനിക്ക് കാണാം ആഹാ സാറ് കൊള്ളാലോ ഇത്ര വേഗം ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണിക്കഴിഞ്ഞോ ഈ നക്ഷത്രങ്ങളൊക്കെ താഴേക്ക് നോക്കി നിൽക്കുന്ന എന്തിനാന്നറിയാമോ രാത്രിയിൽ ഈ ഭൂമിയിൽ നടക്കുന്ന രഹസ്യങ്ങളൊക്കെ കണ്ട് രസിക്കവരെ അല്ലെങ്കിൽ കൃഷ്ണ മുകളിലേക്കും നോക്കി ആ നക്ഷത്രങ്ങളെല്ലാം കൃഷ്ണനെ തന്നെയല്ലേ നോക്കുന്നത് ജനം ജനം സേ ഹേ ഹം തോ പ്യാസേ ആ സംഗ് മേരേ കാ എന്ന് വെച്ചാ എന്താന്നറിയോ ഇത്തരം ആൾക്കാരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും മൂഡ് ഓഫ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും റിയാലിറ്റിയിൽ നിന്ന് അകന്ന് സ്വപ്നലോകത്ത് കഴിയാനാണ് ഇവർ ആഗ്രഹിക്കാറ് സോ ദേ പ്രിഫർ ലോൺലിനെസ് ചിലരിൽ സൂയിസൈഡ് ടെൻഡൻസീസ് കാണാറുണ്ട് മുമ്പൊരിക്കല് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ കടന്നുകൂടിയ ചിന്തകളുടെ കുരുക്കഴിക്കുക അതും കാര്യകാരണ സഹിതം അതിന് ആ ഡാൻസ് ബാർ ശരിക്കും ഉള്ളതാണോ എന്ന് അറിയണം ദാറ്റ് ഷുഡ് ബി ആ ഫസ്റ്റ് മൂവ്മെന്റ് डॉक्टर ओई मीटर ज्ञान फील्ड से പ്ലീസ് കം വിത്ത് മീ ആഹാ നല്ലൊരു മയക്കം കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറിയില്ലേ നനഞ്ഞതൊക്കെ ഇട്ട് ആകെ പനിച്ചു കുറച്ച് തല ചുറ്റിയതാ ഈ ചുരിദാർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാ എങ്ങനെയുണ്ട് കൊള്ളാമോ അയ്യോ സത്യമായിട്ട് ഞാനല്ല ആ സിസ്റ്ററാ ഈ ഡ്രസ്സൊക്കെ മാറ്റിയത് ആ കൃഷ്ണ ഒന്ന് ഫ്രഷ് ആവും നമുക്കൊന്ന് പുറത്തു പോയി വരാം അയ്യോ നേരെ ഒരുപാടായി എനിക്ക് പോണം ഫ്ലാറ്റിലിപ്പോ മേളം തുടങ്ങി കാണും പേടിക്കണ്ട ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സോ ദെൻ ലെറ്റ്സ് ഗോ എവിടെ പോവാനാ പെയിനേടി കൈനണ്ടോ ഞാനാനി ഇല്ലേ കുയിനൂടെ എന്താ പറഞ്ഞേ പെയിനേടി കൈനണ്ടോ ഞാനാനി ഇല്ലേ കുയിനൂടെന്ന് പേടിക്കണ്ടോ ഞാനില്ലേ കൂടെയെന്ന് എന്താ ശരിയല്ലേ ശരി പഠിച്ചു കൃഷ്ണപ്രിയക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതായി വല്ലതും ഓർമ്മയുണ്ടോ പത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മലയാളിയുടെ കടയുടെ അടുത്തിറങ്ങി നടക്കുമായിരുന്നു അതിനടുത്തായി ക്ലബ്ബ് എങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പം ഡോക്ടർ ഈ ഏരിയയിൽ മലയാളികളുടെ കടകൾ കുറവാ
ഡോക്ടർ കാര്യം ചെയ്യും, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യും. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. दादू चाय दादा एक है ना मलयालम न्यूज़पेपर कोताय पाव चाय एक तो विजन मनोरमा मातृभूमि കൃഷ്ണ കൃഷ്ണ ഈ കടയാണോ? ആഹാ മലയാളികളാണല്ലേ. ഇവിടെ മലയാളം പത്രം വാങ്ങുന്നവരൊക്കെ പതിവുകാരാ. അവർക്കുള്ളതേ എടുത്ത് വെക്കാറുള്ളൂ. ആണോ? ഇവിടെ അടുത്തൊരു ഡാൻസ് ബാർ ഉണ്ടല്ലോ, അതെവിടെ ഏട്ടാ? അതൊക്കെ എന്നേ ക്ലോസ് ചെയ്തു. അല്ല, മോളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇവിടെയാ നഴ്സിംഗിന് പഠിക്കുന്നത്. ഇവിടുന്ന് മലയാളം മാഗസിൻസ് ഒക്കെ വാങ്ങാറ്. വാ. അതെ, പത്രം വേണ്ടേ? സാറിനെയും കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഈ ടി വിയിലൊക്കെ ന്യൂസ് വായിക്കുന്ന ടി വിക്കാരാണല്ലേ? എന്റെ സാറേ, അവിടെ പോയി ഷൂട്ട് ചെയ്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നാളെ പിന്നെ അത് മതി എന്റെയും സാറിന്റെ ഒക്കെ തല റോഡിൽ കിടക്കാൻ. അതാ വഴി പറഞ്ഞു തരാത്തെ. ഏയ്, ഞങ്ങൾ അതിനൊന്നുമല്ല. അത് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ, ഒരു വർഗീസ് അച്ചായൻ അതിനടുത്ത് താമസിക്കുന്നുണ്ട്. അയാളൊന്ന് കാണാൻ വേണ്ടി. അത്ര കുഴപ്പം പിടിച്ച ഏരിയ ആണെങ്കിൽ നമുക്ക് പോയേക്കാം. കം, ലെറ്റ്സ് ഗോ. ഞാൻ അയാളെ പരിചയപ്പെട്ടിട്ടുള്ളതാ, ഹരിയേട്ടന്റെ കൂടെ. ഹലോ ഹലോ അണ്ണാ, അണ്ണൻ തേടിയിരുന്ന പാർട്ടി ഇപ്പൊ എൻ കടയിൽ വന്നാச்சு. ஆமா. ஏய், கொஞ்சம் சத்தமா சொல்லுடா. நீ பார்த்த அந்த பொண்ணு தானே? ഏയ്, എന്താ കൃഷ്ണ? Don't disturb her. She's in a trance. কোনকুরা হয়েছিল? সে কেসটা এখনো এই স্টেশনে ইনকোয়ারি চলছে। আপনারা যে কোনো একজন স্টেশনে এসে কমপ্লেন দিন, আমরা দেখে নেব। স্যার, একটা কালাস্কোপি গাড়িতে ওকে কিডন্যাপ করা হয়েছে। ট্রাফিক সিগন্যাল গুলোতে ও একটা ওয়্যারলেস মেসেজ দেবে যাবে। গাড়ি নাম্বার জানেন? না স্যার। আপনি কি বলছেন? কলকাতা ট্রাফিক কি করে ধরা যাবে? আচ্ছা, আমরা দেখছি। আরে স্যার, Damn it. ഈ ട്രാഫിക്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്?